ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റതേ ഉള്ളൂ, കണ്ണ് തുറന്നില്ല. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റു. അപ്പോഴത്തേന് അപ്പൂപ്പൻ താണ്ടെ സൊസൈറ്റിയിൽ പോയി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള മെഴുക്ക് വരട്ടിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഒരു സമയമാവും. പിന്നെ അതുകൊണ്ട് അമ്മ എടുത്തു വെച്ചതാണ്. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് രാവിലെ മാസത്തിലൊരിക്കലുള്ള അടിച്ചു നനച്ച് കുളിക്കല പറയടാ. അതേപോലെ ഞങ്ങളുടെ മകാലക്ഷ്മി ഉണ്ടല്ലോ കൂടെ. ഞാൻ കുളിച്ച് റെഡിയായി. മക ഇപ്പം എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് സുന്ദരിമണിയായി. ആദ്യം അവിടെ അതുപോലെ വീഴുവേ. രാവിലെ ആള് ഭയങ്കര ഓടിക്കളിയാണല്ലോ. ഞങ്ങൾ കണ്ടു വിളിച്ചിരിക്കുന്നതുണ്ടോ? ചിക്കിതട്ടോ. നീ ഓട്ട മത്സരം നടന്നു. അയ്യോ പാടി. ഞാൻ പോയി ഒരുങ്ങിട്ടോ, സമയമായി. ഗായ്സ് ഒരുപാട് താമസിച്ചു. അയ്യോ മഴയും അതിൻ്റെ കടക്കോടതയും ഓടി പോകുന്നേ. അതാട്ടോ ഞാൻ ഓടട്ടെ. ഓടിയാലേ രക്ഷയുള്ളൂ. അയ്യോ കനാലിൽ കൂടെ നടക്കും സുഹൃത്തുക്കളെ. കനാലിൽ കൂടെ വരരുതല്ല പറഞ്ഞത്. ഇവിടെ പന്നിയൊക്കെ ഉണ്ടെന്ന്. ഷാളുണ്ട് കേട്ടോ. പുറകിലും കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് ധൈര്യത്തില്ല പോകുന്നത്. അങ്ങനെ ഞാൻ ഓടിയതാണ്ട് ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. സമയം കുറച്ച് താമസിച്ച് എഴുന്നേറ്റ്, അതുകൊണ്ടാണ് ഈ ഓടേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് താണ്ടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. നമ്മുടെ ബസ് വരാൻ സമയം ആയതേ ഉള്ളൂ. അങ്ങനെ താണ്ട് ഒരു ബസ് മുന്നേ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് താണ്ട് ഓഫീസിലെത്തി. ഞാൻ ആ വലിയ ഉറക്കത്ത് അങ്ങനെ ഓഫീസിൽ വന്നു. ഓഫീസിൽ രാവിലെ വരുമ്പോഴത്തേക്കും ഒന്ന് ക്ലീനൊക്കെ ചെയ്യും കേട്ടോ. ഒന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം തിരി കത്തിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ കത്തിക്കും, ചിലപ്പോൾ രഞ്ജു കത്തിക്കും. അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചിട്ട് രാവിലെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഞാൻ ഡെയിലി വ്ളോഗൊക്കെ ഒന്ന് ഇട്ടിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ഡെയിലി വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. രാവിലെ പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, ഇതൊക്കെയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം ഇത് തന്നെയാണ്. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച പിന്നെ ഉറക്കമായിരിക്കും. പിന്നെ വീട്ടിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസം തുടങ്ങി കേട്ടോ. തിരി കത്തിച്ച് നമ്മുടെ ഒരു ദിവസം അങ്ങനെ തുടങ്ങി. ഇനി വർക്കൊക്കെ ചെയ്യട്ടെ. അങ്ങനെ നട വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്കൂടെ ഞാൻ പറഞ്ഞു രഞ്ജു ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജു ആണ് നമ്മുടെ ക്യാമറാമാന്. അപ്പോൾ ഇതൊക്കെയുള്ളൂ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെന്താ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലായിടത്തും മഴ. ഇത് രഞ്ജുൻ്റെ കേട്ടോ. എൻ്റെ പൊതിച്ചോറ് തന്നെ. അവിടെ വെള്ളം എടുക്കാൻ പോകും. കൈ കഴിച്ചിട്ട് വരട്ടെ. കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. എൻ്റെ വാഴയിലേക്ക് ഞാനിപ്പോൾ വാഴയിലേക്ക് എന്താണെന്ന് കൊണ്ടുവരുന്നത്. അപ്പം കുറച്ച് കീറിപ്പോയി. അപ്പോൾ ഇന്ന് ഇതിനകത്ത് മെഴുക്ക് വരട്ടിയും ഉണ്ട്, പിന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി തണ്ടേ. പിന്നെ രഞ്ജുവിൻ്റെ മാങ്ങാക്കറിയല്ല, അച്ചാറുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ നല്ല അടിപൊളി തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് നമ്മുടെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു. അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് നല്ല ഹെവി ആയിട്ട് കഴിക്കും കേട്ടോ. അടിപൊളിയല്ലേ? നമ്മുടെ ഈ പൊതിച്ചോറിനകത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നേ അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടിപൊളി. ഹലോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കരുത്. അയ്യോ, ഇപ്പം ഞങ്ങൾ പ്രോപ്പർ വേ കൂടാ പോകുന്നത് അല്ലേ നെജു? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വയ്യ. അയ്യോ, അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇവിടെയൊക്കെ മഴയൊക്കെ ചാറുന്നുണ്ട്.
ഓ പിന്നെ നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ സുന്ദരിയല്ല ഇല്ലേ സുഹൃത്തുക്കളെ വളരെ ശരി ഇവിടെ കിട്ടിയ നമ്മുടെ ഭാഗ്യമാണ്. ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ താണ്ടെ വൈകുന്നേരം ഒരുങ്ങാനുള്ള തിടുക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പോകാൻ നേരം ഒരു ലിപ്സ്റ്റിക്കും ഇതുപോലെ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും, മുഖത്തിനൊരു ബ്രൈറ്റ് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പം ബാസന്തിയെ പോലെ പോകണം. കാരണം വരുമ്പം നമ്മൾ ഐശ്വര്യയെ പോലെയും തിരിച്ചു പോകുമ്പോൾ ബാസന്തിയെ പോലെയാണല്ലോ. അതൊന്ന് മാറാൻ വേണ്ടിയാണ്, ആ ഒരു വൃത്തികെട്ട കോലം ഒന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് സുന്ദരിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഒരുങ്ങി ഒന്ന് ഇറങ്ങി പോകട്ടെ ഇവിടുന്ന്. ജോലിയൊക്കെ കഴിഞ്ഞു, ഒന്ന് പോട്ടെ. അപ്പോൾ ഞങ്ങൾ റെഡിയായി കേട്ടോ, പോട്ടെ. ഒരാൾ കണ്ട ഇവിടെ തത്തൂത്തിരിക്കുന്നു. മുടിയൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ രാവിലെ ഒരു 5 മണിക്ക് പോവാം. എൻ്റെ ഫ്രണ്ടൊക്കെ ചുരുണ്ടല്ലേ മുടിയുടെ. 5 മണിയായി. കടയിലൊന്ന് കയറണം. 8/4/24 ടു 7/12/24 വരെ ഉപയോഗിക്കാമല്ലോ അല്ലേ? 7/12 കൊടുക്കാനാണ്. ചെയ്യണം ചേച്ചി. അയ്യോ 2 നോക്കടി, നോക്കേ പൈസ കൊടുക്കാൻ നല്ല തരും അല്ലേ? അതിനകത്ത് വെച്ചാൽ വേണ്ട, അതിനകത്ത് വെച്ചാൽ കണക്കോ അങ്ങനെ ദൃശ്യമുണ്ടോ? വീഡിയോ എടുക്കാൻ വലിയോ ഇത് വൈകിയ എന്നാലും നമ്മൾ ഫുഡ് കഴിയാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.